പാട്ടിനോളം മൂർച്ചയുള്ള വാക്കുകളുമായി പുലിപ്പള്ളി കേസിൽ ജാമ്യം നേടിയ റാപ്പർ വേടന്റെ പ്രതികരണം. സമൂഹത്തിൽ ഇരട്ട നീതി എന്നത് തർക്കമില്ല. കേസ് വേദനിപ്പിച്ചോ എന്ന ചോദ്യത്തിന് നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ എന്നെയും വേദനിപ്പിച്ചു എന്നായിരുന്നു വേടന്റെ മറുപടി. നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്യപ്പെട്ട സമൂഹത്തിൽ 10,000-2000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല. ഇരട്ട നീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ, അത് ചോറൊക്കെ തിന്നുന്ന ആൾക്കാരല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് അതിനെക്കുറിച്ച് വേറെ അധികം ഒന്നും പറയാനില്ല. മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ഒരാളല്ല, ഞാനൊരു കലാകാരനാണ്. ഞാൻ എൻ്റെ കല ചെയ്യുന്നു, ആ കല നിങ്ങൾ കേൾക്കുന്നു, അത്രയാണ്. പൊതുസ്വത്താണ് വേടൻ. ഒരു കലാകാരൻ പൊതുസ്വത്താണ്. ഒരു കലാകാരൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അവൻ്റെ ചുറ്റുപറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ കേസിന്റെ കാര്യത്തിൽ വനം വകുപ്പിൽ തന്നെ വലിയ ഭിന്നതയുണ്ട്. ആദ്യം ഇത് സ്വാഭാവിക നടപടി എന്നൊക്കെ ന്യായീകരിച്ച വനം മന്ത്രി ഇന്നിപ്പോഴത് മുഴുവൻ ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ പ്രതികരണത്തിൽ കണ്ടത്. അപ്പോൾ ഈ കേസെടുത്തതിൽ അനാവശ്യമായ തിടുക്കമുണ്ടായി വനം വകുപ്പിന് എന്ന് CPM സംസ്ഥാന സെക്രട്ടറിയും പറയാതെ പറയുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വേടന്റെ പ്രതികരണം വരുന്നത്. നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇന്നിപ്പോൾ വനംവകുപ്പ് ഓഫീസിലെത്തിയപ്പോഴാണ് ആ പ്രതികരണമെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്? വിജയമാറി, കേസുമായി ബന്ധപ്പെട്ട് വനം മന്ത്രിയും ഉദ്യോഗസ്ഥരും രണ്ട് തട്ടിലെന്ന് ഇനി വളരെ വ്യക്തമായി തന്നെ പറയാം. അത്തരത്തിലുള്ള പ്രതികരണമാണ് വനംവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും അസംതൃപ്തിയുണ്ട്. ഇതിനിടയിലാണ് വേടൻ ഇന്ന് ഈ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഒപ്പ് ഇടാൻ വേണ്ടി എത്തിയതാണ്. ആ ഘട്ടത്തിലാണ് ഈ വിഷയത്തിലെ രാഷ്ട്രീയ പ്രതികരണം വേടൻ നടത്തിയത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ തെറ്റുതിരുത്തും എന്നൊരു പ്രതികരണത്തിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊന്നും വേടൻ കടന്നിരുന്നില്ല. ഇന്ന് വളരെ ക്ലിയറായി എന്താണ് തനിക്ക് പറയാനുള്ളതെന്ന് ഈ വിഷയത്തിൽ വേടൻ പറഞ്ഞിരിക്കുന്നു. വലിയ പിന്തുണ വേടന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കം സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളിൽ നടക്കം ലഭിച്ചിരുന്നു. വേടനോട് ഇരട്ട നീതി കാണിച്ചു എന്ന തരത്തിലുള്ള ക്യാമ്പയിനുകൾ വളരെ ശക്തമായിരുന്നു. അതിലാണ് വേടന് പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്ത്യ എന്ന രാജ്യത്ത് അത് വർഷങ്ങളായി നിൽക്കുന്നതാണ് ഈ ഇരട്ട നീതി. അത് തനിക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി ഉണ്ടായ ഒന്നല്ല. പക്ഷേ ഈ കേസിന്റെ പശ്ചാത്തലം അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാവരും ചോറ് തന്നെയല്ലേ കഴിക്കുന്നത് എന്ന് ചോദിച്ചു. അതായത് ഇതിൽ ഇരട്ട നീതി സംഭവിച്ചിട്ടുണ്ട് എന്ന് വേടൻ വളരെ ക്ലിയറായി തന്നെ പറയുകയാണ്. അത് തൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതിവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് വേടൻ വളരെ കൃത്യമായി പറഞ്ഞു. ഒപ്പം ഈ കേസിന്റെ നടപടിയിലേക്കുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് വേടൻ തയ്യാറായില്ല. മന്ത്രിയുടെ അടക്കം പിന്തുണ വലിയ സന്തോഷം നൽകുന്നു എന്ന് വേടൻ പറഞ്ഞു. പൊതുസമൂഹത്തിന്റെ പിന്തുണയ്ക്ക് വലിയ നന്ദിയും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് താൻ പരമാവധി ആ വസ്തുക്കൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തിരുത്താൻ ശ്രമിക്കും. അത് താൻ ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റാരും ഇൻഫ്ലുവൻസ്ഡ് ആകരുത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളടക്കം വലിയ ആരാധക സന്നാഹമുള്ള ഒരാളാണ് വേടൻ. അതുകൊണ്ട് അവരോടായി വേടൻ പറയുന്നത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആകരുത്. ഞാനത് മാറ്റാൻ അല്ലെങ്കിൽ അത് തിരുത്താനുള്ള ശ്രമം എൻ്റെ ഭാഗത്ത് ഉണ്ടാകും. ഈ കേസ് തനിക്ക് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ, ഒരുപക്ഷെ കൂടുതൽ മൂർച്ചയുള്ള വാക്കുകൾ എഴുതാൻ വേണ്ടി പ്രചോദനമാകും എന്ന് പറഞ്ഞാണ് വേടൻ ഇവിടെ നിന്ന് മടങ്ങിയത്. ഈ കേസ് തന്നെ ഒരു തരത്തിലും പിന്നോട്ടടിക്കില്ല, താൻ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് വരും. എന്താണോ താൻ പറയുന്നത്. വിഷ്ണു, ഇതിപ്പോ ഈ കേസെടുത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥര് പെട്ടുപോകും. കാരണം കോടതി തന്നെ പ്രഥമ ദൃഷ്ടിയ അത്തരം ഒരു കേസ് നിലനിൽക്കില്ല. ഈ വേട്ട എന്നാൽ ആ വകുപ്പൊക്കെ എങ്ങനെ ഇതിൽ നിലനിൽക്കുമെന്ന് കോടതി തന്നെ വനംവകുപ്പിനോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ കേസ് എടുത്ത ആദ്യത്തെ ദിവസം തന്നെ ആ ചോദ്യം ഉന്നയിച്ചതാണ്. അപ്പോൾ അന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് വേട്ടയാടിയ മൃഗത്തിന്റെ അതിന്റെ ശരീരഭാഗങ്ങൾ ആരെങ്കിലും കൈവശം വെച്ചാൽ അതേ വകുപ്പ് അവർക്ക് നിലനിൽക്കുമെന്നായിരുന്നു അന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞ ന്യായം. പക്ഷെ അത് കോടതിയിൽ പൊളിഞ്ഞല്ലേ? കടുത്ത തിരിച്ചടിയാണ് വനംവകുപ്പിന് കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. വനംവകുപ്പ് മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും അംഗീകരിക്കാനാവില്ല എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി തന്നെ കോടതി പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രഥമ ദൃഷ്ടിയാൽ വേടനെതിരെ കുറ്റകൃത്യമില്ല എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. ഒപ്പം ശാസ്ത്രീയ തെളിവിന്റെ അഭാവം വളരെ ക്ലിയറായി തന്നെ ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനാ ഫലം ഇതുവരെ നൽകാനായിട്ടില്ല. ആകെയുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്ത സാക്ഷ്യപത്രം മാത്രമാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് പുലിപ്പല്ലാണെന്ന് അറിയാനും ഇതൊരു ക്രൈമായി കമ്മിറ്റ് ചെയ്യപ്പെടാനും സാധിക്കുക എന്ന് കോടതി ചോദിച്ചു. മൃഗവേട്ട അടക്കമുള്ള വകുപ്പിന്റെ കാര്യം ആദ്യം മുതൽ തന്നെ നമ്മൾ വളരെ ശക്തമായി തന്നെ പറയുന്നുണ്ട്. കാരണം വേടൻ ഇത്തരത്തിൽ കാട്ടിൽ പോയി പുലിയെ വേട്ടയാടി പിടിച്ച് പല്ലെടുത്തു എന്ന കാര്യത്തിൽ വനംവകുപ്പ് പോലും അത്തരത്തിലുള്ള ഒരു ക്ലെയിം പറയുന്നില്ല. പക്ഷേ പിന്നീട് എങ്ങനെയാണ് മൃഗവേട്ട അവർക്ക് ചുമത്താൻ പറ്റുക എന്നൊരു ചോദ്യം ആദ്യഘട്ടം മുതൽ തന്നെയുണ്ട്. കോടതിയും അക്കാര്യം പറഞ്ഞു. പക്ഷേ വേറെ പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത്തരത്തിൽ ഈ വന്യമൃഗങ്ങളുടെ വസ്തുക്കൾ അത് സൂക്ഷിക്കുന്നത് കുറ്റകരമാണ്. ഒരുപക്ഷെ ആ വകുപ്പ് ഈ പുലിപ്പല്ലാണ് എന്ന് സ്ഥിരീകരിച്ചാൽ വേടനെതിരെ നിലനിൽക്കാൻ പോകുന്ന വകുപ്പ് അതായിരിക്കും. പക്ഷേ ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് അത് തുലാസിൽ
തന്നെയാണ്. കാരണം മന്ത്രിയും ഉദ്യോഗസ്ഥരും രണ്ട് തട്ടിലാണ്. അതുകൊണ്ട് ഇനി ശരി കേസ് വിഷ്ണു, നടപടികൾ എന്തായാലും എങ്ങനെ സ്വീകരിക്കണമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വനം വകുപ്പ് ഇക്കാര്യത്തിൽ കുറച്ച് പുറകോട്ട് പോവുകയാണ്. ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള തിരിച്ചടി കൂടിയുണ്ട്. സർക്കാർ വനമന്ത്രി ഏതാണ്ട് ഉദ്യോഗസ്ഥരെ കൈവിട്ട മട്ടിലാണ് പ്രതികരിക്കുകയും ചെയ്തത്.